രാഗിണിയുടെ കയ്യിൽ പിടിച്ച് മംഗലത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ബദ്രിയെ ഒരു തണുത്ത കാറ്റ് തഴുകുന്ന പോലെ തോന്നി. 12 വയസ്സ് മുതൽ ഈ വീട്ടിൽ നിന്ന് പോകുന്നവരെ അവൾ അനുഭവിച്ച എല്ലാ ഓർമ്മകളും കൺമുന്നിലൂടെ ഓടി മറയുന്നുണ്ടായിരുന്നു. വാ. ഇറയത്തേക്ക് കയറാതെ നിൽക്കുന്നവളെ രാഗിണി വീണ്ടും കൈ പിടിച്ച് വലിച്ചു. ബദ്രി ഞെട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. ഓ, വന്നോ ശീലാവതി. എങ്ങോട്ടോ പോയി ആരുടെ കൂടെയൊക്കെ കിടന്നിട്ടാടി നീ ഇങ്ങോട്ട് വന്നത്? ഈ മുറ്റത്ത് കാലുകുത്താൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? നീ കിടന്ന് കൊടുത്തിട്ടാണോടി നിന്റെ അനിയത്തെ പഠിപ്പിക്കുന്നേ? നിന്നെയൊക്കെ ഈ വീട്ടിൽ കയറ്റിയാൽ നളിനി പറഞ്ഞ് മുഴുമിപ്പിക്കും മുന്നേ നളിനിയുടെ കവിളിൽ അടി വീണിരുന്നു. നളിനി കവിളിൽ കൈവച്ച് പാപ്പൊടി നോക്കി. ബഹളം കേട്ട് വന്ന ശരണ്യ രാഘവനും സംശയത്തോടെ നിന്നു. ഇനി എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞാൽ രാഗിണി കൈകുടഞ്ഞു. കണ്ടോ ഏട്ടാ, ഇവളെന്നെ തല്ലി. ഞാൻ ഇവളുടെ ഏട്ടത്തിയല്ലേ? നളിനി കരഞ്ഞുകൊണ്ട് രാഘവന്റെ അടുത്തേക്ക് ചെന്നതും കൈവീശി മറുകവിളിൽ ഒന്ന് കൊടുത്തു രാഘവൻ. എത്ര നാൾ കൂടി വരുന്നതാ എൻ്റെ കുഞ്ഞിവിടെ? അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഇനി പടിക്ക് പുറത്താ നിന്റെ സ്ഥാനം. രാഘവൻ നളിനിയോട് ദേഷ്യത്തെ പറഞ്ഞുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകളോടെ ഭദ്രയെ നോക്കി. ഭദ്രയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഭദ്ര ഓടിക്കൊണ്ട് ആ വൃദ്ധന്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു. സാരമില്ലടാ, പോട്ടെ. നെഞ്ചിൽ കിടന്ന് കരയുന്ന ഭദ്രയെ തലയിൽ തഴുകി രാഘവൻ ആശ്വസിപ്പിച്ചു. എന്നാൽ നളിനിക്കും ശരണിക്കും ഇത് പുതിയ കാഴ്ച ആയിരുന്നതിനാൽ രണ്ടാളും പരസ്പരം അതിശയത്തോടെ നോക്കി. തൻ്റെ മുന്നിൽ വെച്ച് ഭദ്ര ചീത്ത പറയുകയും ശകാരിക്കുകയും താനെന്തു പറയുന്നു അതെല്ലാം അതുപോലെ തന്നെ അനുസരിക്കുന്ന ഭർത്താവിൻ്റെ ഇങ്ങനെയൊരു ഭാവം അവർക്ക് പരിചിതമല്ലായിരുന്നു. ഓഹോ, അനിയത്തി എൻ്റെ മോനെ കൊണ്ട് നടന്ന് കിടപ്പിലാക്കി. ഇപ്പോൾ നീ തന്തയാണോടി? നളിനി പറഞ്ഞു നിർത്തിയതും രാഘവൻ ഭദ്രയെ മാറ്റി നളിനിയുടെ മുടിക്കുത്തി പിടിച്ച് ചുമരിലേക്ക് മുഖം പുറകിലേക്ക് തള്ളി. ഇപ്പോൾ ഈ നിമിഷം എന്താ എടുക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇറങ്ങിയേക്കണം. മതിയായി. എനിക്കുള്ള സമാധാനം പോയി. എൻ്റെ നെഞ്ചിൽ കിടന്ന് വളർന്ന കൊച്ച, അതിനെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ മനുഷ്യ സ്ത്രീ ആണോടി നീയൊക്കെ? ദാ ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയല്ലേ അവളും? സൈഡിൽ നിന്ന് ശരണ്യെ പിടിച്ചുകൊണ്ട് ഭദ്രയെ ചൂണ്ടി അലറിയപ്പോൾ നളിനി കവിളിൽ കൈവച്ച് ഭയത്തോടെ രാഘവനെ നോക്കി. ഇനി എനിക്ക് പറ്റില്ല. എൻ്റെ മോളെ ഇവള്. ശരണ്യെ പോലെ തന്നെയാ എനിക്ക് ഇവളും ഭവ്യയും. എൻ്റെ അനിയത്തിയുടെ കുട്ടികൾ. ഇവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് ഈ നിമിഷം ഈ പടിയിറങ്ങാം. നിന്റെ ഈ സ്വഭാവം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ അച്ഛനോട് സകല സ്വത്തുക്കളും ഭദ്രയുടെ പേരിൽ എഴുതാൻ പറഞ്ഞത്. രാഘവൻ നിന്ന് കിതച്ചു. ഭദ്രയുടെ വീടാ ഇത്. ഇവളെ ദ്രോഹിച്ച് ഇവിടെ തന്നെ നിൽക്കാമെന്ന് ആരും കരുതണ്ട. ഇറങ്ങാൻ നോക്ക്. നാളിൽ കണ്ണീരോടെ വായ്പൊത്തി ശബ്ദമില്ലാതെ കരയുന്ന കണ്ട് ഭദ്ര രാഘവന്റെ തോളിൽ കൈവച്ചു. അയാൾ തിരിഞ്ഞ് കണ്ണീരോടെ നോക്കി. വേണ്ട അമ്മാവ, ആരെയും പറഞ്ഞു വിട്ട് ഭദ്രയ്ക്കൊന്നും വേണ്ട. ഭദ്ര പറയുന്ന കേട്ടി നളിനി കണ്ണു തുടച്ചു. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നിന്നോളാം. ഏട്ടൻ പറഞ്ഞു വിട്ടാൽ ഞാൻ എവിടെ പോവാനാ? നളിനി വീണ്ടും കണ്ണു തുടച്ചു. അമ്മാവ, അമ്മ ഇവിടെ നിൽക്കട്ടെ, പറഞ്ഞു വിടണ്ട. മതിയായി മോളെ. എൻ്റെ മക്കളെ എനിക്ക് ആരെയും പേടിക്കാതെ സ്നേഹിക്കണം. ഇനി അവൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ അതെൻ്റെ വാക്ക് കേട്ട് നിൽക്കണമെങ്കിൽ മാത്രം. നളിനി മൂളിക്കൊണ്ട് കണ്ണുകൾ തുടച്ച് തലയാട്ടി. ഹാ, അങ്ങനെയെങ്കിൽ നിനക്ക് കൊള്ളാം. പോയി 3 ചായ ഇട്. രാഘവൻ പറഞ്ഞതും രാഗിണി ഉള്ളിലേക്ക് കയറി. രാഗിയോടല്ല, നളിനിയോടാ ഞാൻ പറഞ്ഞത്. രാഗിണി നിന്നിട്ട് നളിനിയെ നോക്കി. നളിനി ആരെയും നോക്കാതെ മുഖം താഴ്ത്തി അകത്തേക്ക് കയറി. അതെ, അതിൽ വല്ലതും കലർത്തി തരാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ മുഖത്തായിരിക്കും അത് ഞാൻ ആദ്യം ഒഴിക്കുക. രാഘവൻ ശബ്ദം ഉയർത്തി പറഞ്ഞപ്പോൾ അകത്തു കയറി നളിനി പേടിയോടെ തലയാട്ടി. ശരണ അമ്മയുടെ അവസ്ഥ കണ്ട് കൈ കവിളിൽ കൊടുത്ത് കഷ്ണം വെച്ചു നിന്നു. എന്തേ നീ പോകുന്നില്ലേ? രാഘവൻ ശരണ്യോട് പറഞ്ഞു. ഞാനോ? ശരണ്യ പകച്ചുകൊണ്ട് രാഘവനെ നോക്കി. നീയല്ലാതെ ഇത്ര നാളും രാഗി ഉണ്ടാക്കിയതല്ലേ വിഴുങ്ങിക്കൊണ്ടിരുന്നത്? ഇനി സ്വയം ഉണ്ടാക്കാൻ നോക്ക്. ചെല്ല്. ശരണ്യ എല്ലാവരെയും നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ അകത്തേക്ക് കയറി. രാഘവൻ ഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞ് അവളുടെ കവിളിലൊന്ന് കൊടുത്തു. എവിടെ പോയതാ നീ? എത്രമാത്രം പേടിച്ചു ഞങ്ങൾ. രാഗിണി, നീ മുംബൈയിലുണ്ടെന്ന് പറയുന്നവരെ ഞങ്ങളുടെ അവസ്ഥ നീ ഓർത്തോ? നിനക്ക് ആരുമില്ലെന്ന് തോന്നിയോ ഈ അമ്മാവനുള്ളപ്പോൾ? ഇങ്ങോട്ട് വരായിരുന്നില്ലേ എൻ്റെ കുഞ്ഞിന്? അയാൾ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തിയതും ഭദ്ര കവിളിൽ കൈവച്ച് കണ്ണീരോടെ ചിരിച്ചു. അമ്മായി ഉണ്ടാക്കിയ ചായയും അമ്മയുടെ വക സ്പെഷ്യൽ ഇരയുടെയും കഴിച്ച് ഭദ്ര അവരോട് സംസാരിച്ചിരുന്നു. അല്ല, എൻ്റെ പേരക്കുട്ടി എവിടെ? ഫോണിലല്ലേ കണ്ടിട്ടുള്ളൂ. എവിടെ ആരുട്ടൻ? അവൻ അവൻ്റെ തന്തയുടെ കൂടെയുണ്ട്. ഭദ്ര താല്പര്യമില്ലാതെ പറഞ്ഞ് എഴുന്നേറ്റു. ദൈവമേ, പാലുകുടി മാറാത്ത കുഞ്ഞിനെ അവൻ്റെ കൊടുത്തിട്ടാ നീ വന്നേ? അതിനെന്താ, എൻ്റെ മാത്രം കുഞ്ഞല്ലല്ലോ, അങ്ങേരുടെ കൂടെയല്ലേ, നോക്കട്ടെ. ഭദ്ര അലസമായി പറഞ്ഞ് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അവൾ പോകുന്ന കണ്ട് രാഘവൻ രാഗിണിയെ നോക്കി. അവർ ഉണ്ടായതെല്ലാം പറഞ്ഞു. ആ, അവൻ ഇവളെ കൊണ്ടുവരാൻ വേറെ വഴിയൊന്നും കണ്ടു കാണില്ല. പണിക്കർ പറഞ്ഞ പേര് തന്നെയല്ലേ നമ്മൾ ഇട്ടത് ഭദ്രയ്ക്ക്. നിനക്ക് ഓർമ്മയുണ്ടോ രാഗി? അവളെ പ്രസവിച്ച നേരം നട്ടുചെയ്യ. സ്വഭാവം അങ്ങനെ തന്നെ മൂർച്ഛിച്ചു നിൽക്കും, താഴ്ന്നു കൊടുക്കാതെ. രാഘവൻ പറഞ്ഞതും ആ ഓർമ്മകളിലൂടെ രാഗിണി ഒന്ന് പുഞ്ചിരിച്ചു.
തലയിലൂടെ തണുത്ത വെള്ളം വീഴുമ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. കുളിച്ചിറങ്ങുമ്പോൾ കുഞ്ഞിനെക്കുറിച്ച് തെല്ലുപോലും ഭയം അവളിൽ വന്നില്ല. കാരണം ഒരാൾക്കും കൈമാറി കൊടുക്കാതെ ആനന്ദൻ കുഞ്ഞിനെ കൊണ്ടു നടന്ന് ഊട്ടുന്നത് കണ്ടതാണ്. അതിലും നന്നായി നോക്കുന്ന കൈകൾ വേറെ ഉണ്ടാകില്ല. സ്വന്തം അച്ഛനല്ലാതെ അതിലും മികച്ച മറ്റൊരു സുരക്ഷിതത്വം ആരൂട്ടന് ഇനി കിട്ടില്ല. ആനന്ദന്റെ മുഖം ഓർമ്മ വന്നതും ഭദ്ര പുഞ്ചിരിച്ചു. അവൾ ഡ്രസ്സെല്ലാം നോക്കി. എല്ലാം ധാവണിയാണ്. അതിൽ നിന്ന് ഒരു ബ്ലൗസും എടുത്ത് ഉടുത്ത സാരി തന്നെ ഉടുത്ത് അവൾ രാഗിണിയുടെ മുറിയിലേക്ക് നടന്നു. അമ്മയുടെ സെറ്റ് മുണ്ടിൽ നിന്നും ഒരു കറുപ്പ് കരസെറ്റ് മുണ്ടെടുത്ത് ഉടുത്തു അവൾ കണ്ണാടിയിലേക്ക് നോക്കി. ഇപ്പോൾ ശരിക്കും പഴയ ഭദ്ര തന്നെ. കണ്ണിൽ നല്ല കനത്തിൽ തന്നെ കരി എഴുതി. ഒരു കറുത്ത വട്ടപ്പൊട്ടും കുത്തി നനഞ്ഞ മുടിയുടെ തുമ്പ് മാത്രം ചുരുട്ടിക്കെട്ടി അവൾ ഒന്നുകൂടെ കണ്ണാടിയിൽ നോക്കി. ആനന്ദം വിളിക്കാൻ വരുമെന്ന് ഉറപ്പാണ്. നെറ്റി സിന്ദൂരം ചാർത്തുന്നതിനിടയ്ക്ക് അവൾ പുഞ്ചിരിച്ചു. സമയം 5:30 അടുക്കുന്നു. പാർവതിയുടെ ചെക്കൻ്റെ വീട്ടിൽ പോയി കാണുമോ ഈവനിങ് ഫംഗ്ഷന്? ഭദ്ര അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ തേങ്ങ ചിരകി കൊണ്ടിരുന്ന ശരണ്യ മുഖമുയർത്തി വാവളിച്ച് അവൾ നോക്കിയിരുന്നു. ശരണ്യ നോക്കുന്ന കണ്ട് രാഗിണിയും നളിനിയും അടുപ്പിന്റെ അടുത്ത് നിന്നും വന്ന് എത്തി നോക്കിയതും അവരും വാവളിച്ചു നിന്നു. നന്നായിട്ടുണ്ട്. രാഗിണി ചെന്ന് അവളുടെ കവളി പിടിച്ച് ചുംബിച്ചു. ഭദ്ര പുഞ്ചിരിയോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയും മകളും ഹാളിലേക്ക് നടന്നു. വെറുതെയല്ല ആനന്ദൻ ഇവളെ തന്നെ ധ്യാനിച്ച് നടക്കുന്നേ. ശരണ്യ സംശയത്തോടെ അമ്മയെ നോക്കി. അത്രയ്ക്ക് ഭംഗി അവളെ കാണാൻ ഇപ്പോൾ കണ്ടില്ലേ? അവളുടെ അച്ഛൻ്റെ ഭംഗിയ അവൾക്ക് കിട്ടിയേക്കുന്നേ. നളിനി ഒന്ന് നെടുവീർപ്പിട്ടു. അവളുടെ അച്ഛൻ ശരിക്കും ആരാ? ശരണ്യ സംശയത്തോടെ ചോദിച്ചതും നളിനി അവളെ നോക്കി. പിന്നെ ചുറ്റും ശ്രദ്ധയോടെ നോക്കി. അമ്മാവനും ഭദ്രയെ കണ്ട് അന്തം വിട്ടു. സുന്ദരി തന്നെ എൻ്റെ മോള്. അയാൾ തലയിൽ തഴുകി. രാഗിണിയുടെ നിർബന്ധപ്രകാരമാണ് വേണുവിൻ്റെ മുറിയിലേക്ക് അവൾ ചെന്നത്. കട്ടിക്കിടക്കുന്ന രൂപത്തെ കണ്ട് അവൾക്കൊട്ടും സഹതാപം തോന്നിയില്ല. ഇതൊക്കെ അയാൾ അർഹിക്കുന്നു എന്ന് അവൾക്ക് തോന്നി. ഭദ്ര അയാളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. രാഗിണിയുടെ വിളി കേട്ട് കണ്ണു തുറന്ന് വേണു മുന്നിൽ നിൽക്കുന്നവളെ ഇമചിമ്മാതെ നോക്കി നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നമ്മുടെ മോള് വന്നിരിക്കുന്നു. രാഗിണി അയാളോട് പറയുന്നത് കേട്ട് ഭദ്ര പുച്ഛത്തോടെ ചിരിച്ചു. അയാളുടെ കണ്ണുകൾ നിറയുന്ന കണ്ട രാഗിണി ചായ എടുക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. എല്ലുന്തിയ കൈകൾ വിറയലോടെ തൻ്റെ മുന്നിൽ കൂപ്പുന്ന കണ്ട ഭദ്ര നെറ്റിച്ചൊളിച്ചു. അവളൊന്നും മിണ്ടാതെ വേഗം പുറത്തേക്കിറങ്ങി. ശാകേഷിന്റെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. റൂമിൽ കയറി അവൾ അവൻ്റെ മൂത്രത്തിൻ്റെ മണത്തിൽ മുഖം ചൊളിച്ചു. അവൻ്റെ കാലുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എഴുന്നേറ്റിരിക്കാൻ കഴിയില്ലെങ്കിലും സംസാരിക്കാൻ കഴിയും. കൈകൾ അന്നേ അനക്കമില്ലാതായതാണെന്ന് രാഗിണി മുമ്പേ പറഞ്ഞിരുന്നു. അവൾ അവനെ കണ്ണിമയ്ക്കാതെ നോക്കി. നീ എപ്പോ വന്നു? വല്ലാത്ത തളർച്ചയുണ്ട് അവൻ്റെ സ്വരത്തിന്. കുറച്ചു നേരമായി. എനിക്ക് അധികകാലമില്ല. അതിനു മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവൻ്റെ കണ്ണുകളിലെ ഭാവം വ്യക്തമല്ലായിരുന്നു. മോളെ കാവിൽ വിളക്കി വെക്കി, രാഗിണി ഇടയ്ക്ക് വന്ന് പറഞ്ഞപ്പോൾ ഭദ്ര ശാകേഷിനെ നോക്കി. അവൻ പോയിക്കൊള്ളാൻ കണ്ണുകൊണ്ട് കാണിച്ചു. ഭദ്ര കലങ്ങി മറിയുന്ന മനസ്സോടെ എഴുന്നേറ്റ് കാവിലേക്ക് നടന്നു. ശാകേഷിനി എന്താണ് തന്നോട് പറയാനെന്ന് അവൾ ആലോചിച്ചു. വിളക്ക് വെച്ച് മനമുരുകി പ്രാർത്ഥിച്ചു. നിലത്ത് വീണു കിടക്കുന്ന ലാങ്കി 2 എടുത്ത് മുടിയിൽ തിരുകി. നെറ്റിയിൽ ഭസ്മം തൊട്ട് ഉമ്മറത്തേക്ക് കയറുമ്പോൾ പടിക്കൽ ഏതോ ഓട്ടോ വന്ന് നിന്നു. ഭദ്ര ഇറയത്തു കയറി തിരിഞ്ഞു നോക്കി. ആരോ പടിപ്പുര കടന്ന് ഉള്ളിലേക്ക് ഓടി വരുന്നുണ്ട്. എന്താകിലേ? ഉമ്മറത്തെ വെളിച്ചത്തിൽ അവനെ കണ്ടതും ഭദ്ര സംശയത്തോടെ അവനെ നോക്കി.